അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ബോറോണ് ഏതാണ് ശരിയായ ബോറോൺ ഏതാണ്, അത് ശരിയായ അളവിൽ എങ്ങനെ ചെടികൾക്ക് കൊടുക്കാം, ബോറോൺ കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ് എന്നൊക്കെ അല്ലെ. അപ്പോ അതിനെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടിപ്പാണ് നമ്മൾ ഇന്ന് ചെയ്യണത്. അപ്പൊ ഒട്ടും വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. ഇപ്പൊ നമ്മൾ ഒത്തിരി നാളായിട്ട് കേൾക്കുന്ന ഒരു ഇതാണ് ബോറോൺ എന്നുള്ളത് അല്ലെ. ശരിക്കും ബോറോൺ നമ്മുടെ കൃഷിക്ക് വേണോ? അതുപോലെ ഏതൊക്കെ തരത്തിലുള്ള ബോറോൺ ഉണ്ട്, പിന്നെ എന്താണ് ഈ ബോറോണിന്റെ അളവ് എങ്ങനെയാണ്, കൂടി കഴിഞ്ഞാലുള്ള പ്രശ്നം, അതുപോലെ ശരിയായിട്ട് ബോറോൺ എങ്ങനെയാണ് ഉപയോഗിക്കുക, പിന്നെ ഈ 2 തരം ബോറോൺ എന്ന് പറഞ്ഞു, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ബോറോൺ ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമ്മൾ വീഡിയോയിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ബോറോൺ എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അത് ആദ്യമേ പറയാം. ഇപ്പൊ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ മാത്രമല്ല, ഇപ്പൊ പൂക്കൾ കാണുന്നുണ്ടെങ്കിലും വാഴ കൃഷി, തെങ്ങ്, ഇതിനൊക്കെ ഇപ്പൊ തെങ്ങിന്റെ കൂമ്പ് ചെയ്യല്, അതുപോലെ കൂമ്പിന്റെ അവിടെ തിങ്ങി വരിക, പിന്നെ അതിന്റെ ഇലകളൊക്കെ മഞ്ഞളിക്കുക, ഇതൊക്കെ പിന്നെ മെച്ചിൽ കൊഴിയ, അത് പ്രധാനപ്പെട്ട, അതൊക്കെ ബോറോണിന്റെ കുറവ് മൂലമാണ് സംഭവിക്കുന്നത്. മനസ്സിലായോ? പിന്നെ വാഴയുടെ ആണെന്നുണ്ടെങ്കിലോ, വാഴ കൂമ്പടയുന്ന ഒരു ടെൻഡൻസി വരിക, വാഴയുടെ ഇങ്ങനെ ഇലയുടെ അരികുവശത്തൊക്കെ ഇങ്ങനെ കരിഞ്ഞ പോലെ, പിന്നെ ശരിക്കും അത് അങ്ങോട്ട് വിരിയാതിരിക്കുക, പിന്നെ ഇലകളൊക്കെ ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ മുഴുവൻ ഇങ്ങനെ കീറി കീറി നിൽക്കണ കാണാം അല്ലെ, നല്ല ഭംഗിയിൽ അരങ്ങ് പോലെ. അതൊക്കെ ഉണ്ടല്ലോ ബോറോണിന്റെ കുറവ് മൂലമാണ്. ഇനി പച്ചക്കറികളിലാണെന്നുണ്ടെങ്കിലോ, അതിന്റെ മുകളങ്ങൾ, അതായത് ഈ മുകളിൽ വശമൊക്കെ ഇതേപോലെ നല്ല പച്ചക്കളർ ഇല്ലാതിരിക്കുക, പിന്നെ വികൃതമാവുക എന്ന് പറയാം. അതായത് ഇപ്പൊ പൂക്കൾ, ഇപ്പൊ ഈ പൂവൊക്കെ കണ്ടോ, ഇതിപ്പോ 5 ഇതളുണ്ട്, പക്ഷെ ഇത് 5 ഇതൾ 3 ഇതളായിട്ട് മാറുക, ഇപ്പൊ ഇങ്ങനെ നീള മുളക് ഇങ്ങനെ വേറൊരു ഷേപ്പ് ആവുക, അങ്ങനെ നമ്മൾ പറയും വികൃതമാവുക എന്ന് പറയും. അപ്പൊ അതുപോലെ തക്കാളി വിണ്ട് കീറുക, അതിന്റെ അടിവശം കറക്കുക, ഇങ്ങനെ കുറെ പ്രശ്നങ്ങള് ബോറോൺ മൂലമുണ്ട്. അപ്പൊ നമുക്ക് ഈ ബോറോൺ ഏതാണ് ശരിക്കും നല്ല ബോറോണ്, അതുപോലെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് ഏതാണ് എന്ന് നോക്കാം അല്ലെ. ഇപ്പോ 2 തരം ബോറോൺ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് മണ്ണിൽ ചേർക്കുന്ന ഒരു ബോറോൺ ഉണ്ട്. അതല്ലാതെ ഇത് കണ്ടോ, ഇത് നമ്മള് വെള്ളത്തിൽ അലിയിച്ചു കൊടുക്കണം, സോലിബിൾ ബോറോൺ എന്ന് പറയും. ഇത് വെള്ളത്തിൽ അലിയിച്ചു കൊടുക്കുന്ന ബോറോൺ ആണ്. ഇതാണ് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് റിസൾട്ട് കിട്ടുക. മണ്ണിൽ അലിയിച്ചു കൊടുക്കുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് കുറെ സമയം എടുക്കും. അത് നമുക്ക് മണ്ണിൽ അലിയിച്ചു കൊടുക്കുന്നതാണ് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഉള്ളത് എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, അത് പെട്ടെന്നിനും ഇതിന്റെ അത്ര കിട്ടില്ല, പക്ഷെ എന്നാലും റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ ഉണങ്ങി പൊടിഞ്ഞ് എന്തെങ്കിലും വളത്തിന്റെ കൂടെ ചെയ്യണം. പക്ഷെ പെട്ടെന്ന് റിസൾട്ട്, അതായത് നമ്മളുടെ വാഴയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൂമ്പടഞ്ഞ പോലെയൊക്കെ തോന്നുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, 1 ലിറ്റർ വെള്ളം എടുക്കുക. ഈ 1 ലിറ്റർ വെള്ളത്തിലോട്ട് നമ്മുടെ ഈ ബോറോൺ ഉണ്ടല്ലോ, ഈ ബോറോൺ നമ്മൾ വലിയ വാഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 1 സ്പൂൺ എടുക്കാം. 1 സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ തന്നെ അതിന്റെ റിസൾട്ട് കിട്ടും. ഇപ്പൊ അത് ഇനിയിപ്പോ തെങ്ങിനൊന്നും നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റില്ല അല്ലെ, അപ്പൊ തെങ്ങിന്റെ ചോട്ടിൽ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പൊ തെങ്ങിനാവുമ്പോ നമ്മള് മണ്ണിലിടുന്ന ബോറോൺ ആണ് ഇടുക. അപ്പൊ മണ്ണിലിടുന്ന ബോറോൺ ആണെങ്കിൽ ഒരു ചിരട്ട, വലിയൊരു ചിരട്ടയുടെ ഒക്കെ, അതായത് നമ്മുടെ ഒരു കൈപ്പിടിക്ക് അതായത് ഒരു 50 ഗ്രാമൊക്കെ നമുക്ക് സുക്കായിട്ട് തെങ്ങിന് ഇട്ട് കൊടുക്കാം. അതുപോലെ വാഴയ്ക്ക് ചോട്ടിൽ ഇടുകയാണെങ്കിൽ 25 ഗ്രാമൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പൊ അത് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പൊ മെച്ചില് ധാരാളമായിട്ടൊക്കെ കൊഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒട്ടനെ തന്നെ ബോറോൺ വാങ്ങിയിട്ട് നിങ്ങളത് ഒന്നെങ്കിൽ അത് ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഇപ്പൊ ഈ മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ നല്ല ചൂടാവുക, അപ്പൊ വെള്ളത്തിൽ കലക്കിയിട്ട് അതിന് ചുറ്റും അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം, അല്ലെങ്കിൽ ഈ ഒരു കപ്പില് 1 കപ്പ് നിറയെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ബോറോൺ ഇടാം. ഒരു 50 ഗ്രാം ബോറോൺ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തെങ്ങിന്റെ ചോട്ടിലായിട്ട് നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മെച്ചിങ്ങ കൊഴിയൽ മാറും. ഇനിയിപ്പോ ചെടികൾക്കാണെന്നുണ്ടെങ്കിൽ വളരെ കുറവ് അളവ് മതി. ഇപ്പൊ ഞാന് മറ്റേതിനൊക്കെ 1 സ്പൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറികൾക്കാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മാത്രമാണ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ.
അപ്പൊ നമ്മൾ ഇത് 1/4 ടീസ്പൂൺ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് കേട്ടോ ഈ സ്പ്രേ ചെയ്യണത്. ഇപ്പൊ ഇനി മണ്ണിലിടുന്ന ബോറോൺ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ബോറോൺ എന്ന് പറഞ്ഞിട്ടല്ല കിട്ടുക, ബോറാക്സ് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. അത് വളം വാങ്ങുന്ന കടകളിൽ നിങ്ങൾക്ക് കിട്ടും. അത് പ്രത്യേകം ചോദിച്ച് തന്നെ വാങ്ങണം. അത് നിങ്ങൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈഡിലത്തെ ഈ മണ്ണൊക്കെ നിങ്ങൾ ഒന്നിങ്ങനെ മാറ്റിയതിന് ശേഷം അത് ഒരു 1/4 ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ എടുത്ത് നമ്മൾ ഇതിന്റെ ചുറ്റും അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഉണങ്ങി പൊടിഞ്ഞിട്ടുള്ള ഏതെങ്കിലും വളത്തിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ അല്ലെ ഈ ബോറോൺ എന്താണ്, ഈ ബോറോണിന്റെ കുറവ് മൂലം ചെടികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ 2 തരം ബോറോൺ ഉണ്ട്, ഇതിലത്തെ ഏത് ബോറോണാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. അപ്പൊ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എല്ലാ സംശയത്തിനുള്ള മറുപടി നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും.